ഗോമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഋഷിയാണെങ്കിൽ പ്രഭാവതിയെ കൊല്ലണമെന്ന് കണക്കാക്കി തന്നെയാണ് പ്രഭാവതിയുടെ വീട്ടിലോട്ട് വരുന്നത്. ഈ സമയത്ത് നമ്മളുടെ രജനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രജനിയുടെ ശ്രദ്ധയപ്പെടാണ്ട് ഋഷി അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ രജനി വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഒരാൾ അകത്തേക്ക് ഓടിപ്പോകുന്നത്. പക്ഷെ അത് ആരാണെന്ന് മാത്രം രജനിക്ക് ക്ലിയർ ആവുന്നില്ല. രജനി വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ആരാം കൂടി കയറിയെന്നൊക്കെ ചോദിച്ച് ഒച്ചെടുക്കുന്നുണ്ടെങ്കിലും ഋഷി വേഗം തന്നെ ഒരു റൂമിൽ കയറി ഒളിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് രജനി ദേവിക എന്നും പറഞ്ഞ് വിളിക്കുമ്പം ദേവിക മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ ആരോ ഒരാൾ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, അതൊക്കെ ചേച്ചിക്ക് തോന്നണേയിരിക്കും എന്ന് പറയുമ്പോൾ, ഇല്ല ദേവികയെ, ഞാൻ സത്യമായിട്ടും കണ്ടത് ഒരാൾ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ആൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ ഒന്ന് അച്ഛനെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് രജനി ഫോൺ എടുത്ത് സിദ്ധാർത്ഥിനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥ ആണെങ്കിൽ ഫോൺ എടുക്കണമില്ല. അതേസമയം നമ്മളുടെ ഋഷിയാണെങ്കിൽ ആകെ പെട്ടതുപോലെ ആവുന്നുണ്ട്. കാരണം ഇവർ ഇറങ്ങി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഋഷിക്ക് പുറത്തേക്ക് പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. ഇവരെന്തായാലും കണ്ടുപിടിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഋഷിക്കുണ്ട്. അങ്ങനെ ഋഷി വേഗം തന്നെ ഇവരുടെ കണ്ണ് തെറ്റിയ സമയത്ത് സ്റ്റെയർ ഓടി കയറി മേളിലൊരു റൂമിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മേളിൽ ചെന്ന് നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളുടെ രജനി ദേവികയോട് പറയുന്നുണ്ട്, എന്തായാലും അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ഇനിയിപ്പോൾ നമുക്ക് പുറത്തുള്ള ആളുകളെ വിളിച്ചു കൂട്ടാം, അതുപോലെ തന്നെ പോലീസിലും വിവരം അറിയിക്കാം, അവർ വന്ന് ആരാന്ന് നോക്കട്ടെ, എന്തായാലും നമുക്ക് മുകളിലോട്ടോ റൂമിലോട്ടൊന്നും പോയി നോക്കണ്ട. പിന്നീട് നമ്മളുടെ രജനി അടുക്കള ഭാഗത്ത് ചെന്ന് നോക്കുമ്പം അടുക്കളയുടെ ഡോറ് തുറന്നെടുക്കണം കാണുന്നുണ്ട്. വേഗം തന്നെ ദേവികയോട് പറയുന്നുണ്ട്, ദേവിക ഈ ഡോറ് തുറന്ന് എടുക്കുമല്ലോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ഞാൻ ആ ഡോർ അടച്ച് കുറ്റി ഇട്ടതാണല്ലോ, പിന്നെ അതെങ്ങനെയാണ് തുറന്നതെന്ന് ചോദിക്കുമ്പം, അതല്ലേ ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന്, എന്തായാലും ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടാമെന്നും പറഞ്ഞ് രജനി ഫോണെടുത്ത് അയൽവക്കത്തുള്ളവരെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ രജനിയുടെ കോൾ കണ്ടിട്ട് രജനിക്ക് തിരിച്ചു വിളിക്കുമ്പം സിദ്ധാർത്ഥനോട് രജനി പറയുന്നുണ്ട്, അച്ഛാ നമ്മുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, ആര് കയറാനാണ് മോളെ വീട്ടിൽ, നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറയുമ്പം, ഇല്ല അച്ഛാ, ഉറപ്പായിട്ടും നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ട്, അച്ഛനെ എത്രയും പെട്ടെന്ന് പോലീസിനെയും വിളിച്ചുകൊണ്ട് വാ എന്ന് പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ വേഗം തന്നെ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഭാവതിക്കും നന്ദനൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അച്ഛൻ വീട്ടിലോട്ട് പോരെ, ഞങ്ങളിപ്പോൾ തന്നെ വീട്ടിലോട്ട് വരാം, നമുക്ക് എല്ലാവർക്കും ചെന്നിട്ട് ഒരുമിച്ച് നോക്കാം, എന്തായാലും ചേച്ചീനോടും ദേവികയോടും വാതിൽ പൂട്ടി വീടിൻ്റെ പുറത്തിറങ്ങി നിൽക്കാൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ ദേവികയും രജനിയും കൂടി പെര പൂട്ടാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് ദേവികയും രജനി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഋഷിക്ക് പുറത്തേക്ക് പോകാനും പറ്റണില്ല. പിന്നീട് ഋഷി വേഗം തന്നെ റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. കയറി പോകുന്ന റൂം വേറെ ആരുടെയല്ല, നമ്മളുടെ ദേവികയുടെ റൂമിലോട്ട് തന്നെയാണ് കയറി പോകുന്നത്. അങ്ങനെ നമ്മളുടെ ദേവികയും രജനിയും കൂടി വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് വീടിൻ്റെ വെളിയിലിറങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആദ്യം തന്നെ അങ്ങോട്ടേക്ക് വരുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി വന്നതും, എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, നമ്മളുടെ വീടിൻ്റെ അകത്ത് ആരോ കയറിയിട്ടുണ്ട് അമ്മേ, എന്നാൽ നമുക്ക് നോക്കാമെന്ന് പറയുമ്പം രജനി പറയുന്നുണ്ട്, വേണ്ടമ്മേ, പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് നമുക്ക് നോക്കിയാൽ മതി, ഇപ്പം ആരും അകത്തേക്ക് കയറണ്ട, അകത്തുള്ള ആൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്, നമുക്കിവിടെ തന്നെ നിൽക്കാമെന്നും പറഞ്ഞ് അവരോട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഋഷിയുടെ സുഹൃത്തുക്കൾക്ക് വിളിക്കുന്നുണ്ട്, എടാ ഞാനിങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയി, ഞാനിപ്പോൾ ഈ വീടിൻ്റെ അകത്താണ്, പുറത്താണെങ്കിൽ നിറച്ചും ആൾക്കാരെ, എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പം ആ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ഞങ്ങളും കണ്ടടാ, വീടിന് പുറത്ത് നിറച്ചും ആൾക്കാരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്ത് ചെയ്യും, നീ ശരിക്കും പെട്ടുപോയി എന്ന് പറയുന്നു. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, എന്തായാലും അവർ പോലീസിനെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യൂടാന്ന് ചോദിക്കുമ്പം, എന്ത് ചെയ്യാനാ, വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലാടാ, നിന്നെ ഞങ്ങൾക്ക് സഹായിക്കാനും പറ്റില്ല, എന്തായാലും നീ ചെയ്തത് മണ്ടത്തരായി പോയി എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ പ്രഭാവതിയുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് എല്ലാവരും അറിയുന്നുണ്ട്. ഈ സമയത്ത് അരുന്ധതിയോട് ത്യാഗരാജൻ വിളിച്ച് പറയുന്നുണ്ട്, മേഡം ഒരു സംഭവം ഉണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ, ആ പ്രഭാവതിയുടെ വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ് ദേവികയൊക്കെ വിളിച്ചിട്ട് പാർട്ടിക്കാരും പോലീസും എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്. അത് കേട്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, അവിടെ ആരോ ഉള്ളതെന്ന് ചോദിക്കുമ്പം, അതൊന്നും അറിയില്ല, എന്തായാലും പത്രക്കാരും ചാനലുകാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥൻ സാറൊക്കെ അങ്ങോട്ട് പോയിട്ടുമുണ്ട്, എന്തായാലും ഞാനും അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ മേഡം എന്ന് ചോദിക്കുമ്പം, അതിനെന്താ, ത്യാഗരാജനൊന്ന് പോയി നോക്ക്, ആരാ അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാലോ, അത് വെച്ച് നമുക്ക് പ്രഭാവതിയെ തോൽപ്പിക്കാൻ പറ്റിയെങ്കിലോ എന്ന് പറയുന്നു. ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, ശരി മേഡം, ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാമെന്ന്.
ഇതേ സമയം നമ്മളുടെ ഋഷിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. ആ ഒരു ടെൻഷനിലും വിഷമത്തിലും ഋഷിക്കാണെങ്കിൽ ശ്വാസം മുട്ടൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ ഋഷി എവിടെ പോകുമ്പോഴും ഋഷിയുടെ കയ്യിൽ ആ ഇൻഹൈലർ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്നാണെങ്കിൽ ഋഷി ഇൻഹൈലർ ഒട്ടും എടുത്തിട്ടുമില്ല. അതുമാത്രമല്ല ഇപ്പോൾ ടെൻഷനും പേടിയും കൂടിയപ്പോഴാണ് ഋഷിക്ക് അസുഖം കൂടിയതും. അങ്ങനെ ഋഷി കുഴഞ്ഞ് ബെഡിലോട്ട് വീഴുന്നുണ്ട്. അത് ദേവികയുടെ ബെഡിലോട്ട് തന്നെയാണ് വീഴുന്നത്. ബെഡിൽ നിന്നും ഋഷി അങ്ങനെ മരണപ്രാളത്തിൽ താഴോട്ട് ഇങ്ങനെ വീണു പോകുന്നുണ്ട്. അവിടെ കിടന്ന് ഋഷി നല്ലോണം പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ പിടച്ച് അവസാനം ഋഷി അനക്കം നിലയ്ക്കുന്നുണ്ട്. മിക്കവാറും ഋഷിയുടെ ബോധം പോയതായിരിക്കും. ഇതിനു മുമ്പ് ഒരിക്കൽ ദേവിക ഋഷിയുടെ ബോധം പോയ സമയത്ത് ഋഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ഋഷി രക്ഷപ്പെട്ടു വന്നല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ സമയത്ത് നമ്മളുടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ്. എല്ലാവരും അകത്ത് കയറി നോക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥനും എല്ലാവരും അവരെ തടയുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ആരും കയറി നോക്കണ്ടെന്ന്. പിന്നീട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഞാനൊന്ന് കയറി നോക്കിയാലോ എന്ന് രജനിയോട് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട് വേണ്ട അച്ഛാ, അച്ഛനൊന്നും കയറി നോക്കണ്ട, നന്ദനും പോകണ്ട, എന്തായാലും പോലീസ് വരട്ടെ, പോലീസ് വന്നതിന് ശേഷം അവർ കയറി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറിയാൽ മതി. ഇനി അമ്മേനെയോ ദേവികയോ അപായപ്പെടുത്താൻ വന്നവരാണെങ്കിലോ എന്ന് പറഞ്ഞു. അത് കേട്ടതും സിദ്ധാർത്ഥം പറയുന്നുണ്ട് അത് ശരിയാ, എന്തായാലും ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് ആരും അകത്തോട്ടൊന്നും പോകണ്ട, പോലീസ് വന്നതിന് ശേഷം പോയാൽ മതി. അങ്ങനെ പോലീസ് വരുന്നുണ്ട്. പോലീസിനെ കണ്ടതും സിദ്ധാർത്ഥം ചെന്നിട്ട് പറയുന്നുണ്ട് സാറേ എൻ്റെ വീടിൻ്റെ അകത്ത് ആരോ കയറിയിട്ടുണ്ടെന്ന്. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട് ആരാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ആളെ കണ്ടില്ല, ഒരാൾ ഓടി മാറണതേ കണ്ടോളൂ, പക്ഷേ അയാൾ അകത്തുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് നമ്മളുടെ രജനി പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് മാറി, ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ പോലീസും കൂടി വരുമ്പം കൂടെ രജനിയും ദേവിക എല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് കയറിയ ദേവിക വേഗം തന്നെ ദേവികയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. റൂമിൽ ചെല്ലണ ദേവിക കാണുന്നത് അവിടെ മരണാസന്നനായി കിടക്കുന്ന ഋഷിയാണ്. വേഗം തന്നെ ദേവിക ഋഷി ഋഷി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ഋഷിക്കാണെങ്കിൽ ഒരനക്കവും ഇല്ല. ആ സമയത്ത് ദേവിക ചിന്തിക്കുന്നുണ്ട് ഋഷി എന്തിനായിരിക്കുമോ ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്. അപ്പം ചേച്ചി പറഞ്ഞത് നേരെ ഇവിടെ ഒരാൾ വന്ന് കയറി എന്ന് പറഞ്ഞത് ഋഷി തന്നെയാണ്. ഇനിയിപ്പോൾ ഋഷിക്ക് എന്തായിരിക്കും സംഭവിച്ചേക്കണേ, ഋഷിനെ ഇനി എന്ത് ചെയ്യും, ഋഷിയുടെ ജീവൻ നഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് ദേവിക നോക്കുമ്പം ഋഷി മരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ദേവികയ്ക്ക് അന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. പണ്ട് ദിവസം ഇതുപോലെ ഈ ഋഷിക്ക് ഇങ്ങനെ ശ്വാസം മുട്ട് വന്ന് മരിച്ചതുപോലെ ആയപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും തക്ക സമയത്ത് ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടതൊക്കെ ഓർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഋഷിയെ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കും, എത്രയും പെട്ടെന്ന് ഋഷിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ സിദ്ധാർത്ഥൻ രജനിയോട് ചോദിക്കുന്നുണ്ട് ദേവിക എന്തേന്ന് ചോദിക്കുമ്പോൾ ദേവിക ഇപ്പോൾ മുകളിലോട്ട് പോയച്ചാന്ന് പറയണു. അങ്ങനെ പോലീസുകാരെ എല്ലാ റൂമിലും കയറി നോക്കിയിട്ടൊന്നും ഈ ഋഷിയെ കാണുന്നില്ല. പിന്നീട് പോലീസ് സിദ്ധാർത്ഥനോട് വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ വന്നതല്ലേ, മേളിലും കൂടി ഒന്ന് നോക്കുമെന്ന് പറയണു. അങ്ങനെ പോലീസ് മേളിലോട്ട് കയറി പോണ സമയത്ത് നമ്മളുടെ ദേവികയാണ് ഈ ഋഷിയെ എങ്ങനെ ബോധത്തിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ആലോചനയിൽ ഋഷിയുടെ മുഖത്ത് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങനെ ഋഷി ഋഷി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോലീസ് ദേവികയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. കൂടെ നന്ദനും സിദ്ധാർത്ഥനും പ്രഭാവതി എല്ലാവരും ഉണ്ട്. അവർ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ദേവികയാണ് ഈ ഋഷിയെ ഇങ്ങനെ കുലുക്കി വിളിക്കുന്ന ആ ഒരു സീനാണ് കാണുന്നത്. അത് കണ്ടതോടുകൂടി പോലീസും അതുപോലെ പ്രഭാവതിയും സിദ്ധാർത്ഥനും നന്ദനും എല്ലാം വല്ലാതെ ആവുന്നുണ്ട്. ഋഷി എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളൊരു ചിന്ത ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നുണ്ട്. എന്നിട്ട് നന്ദൻ വേഗം തന്നെ ഇത് ഋഷിയല്ലേ, ഇവനെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രഭാവതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അന്ന് രാവിലെ ഈ ഋഷി പ്രഭാവതിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, പ്രഭാവതിയെ കൊന്നുകളയും, ഇലക്ഷനിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഋഷി ഭീഷണിപ്പെടുത്തിയ ആ ഒരു കാര്യങ്ങളും നീ ഒന്ന് പോടെ കിടക്കാൻ, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പ്രഭാവതി തിരിച്ചവനെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം പ്രഭാവതി ഓർക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇവൻ നല്ലതിന് വന്നതല്ല, ഇവനെ എന്നെ അപായപ്പെടുത്താൻ വേണ്ടി വന്നതാ. തൽക്കാലം ഇവൻ എന്നോടുള്ള പകയെക്കുറിച്ചൊന്നും ആരോടും പറയണ്ട, ആ പ്രശ്നങ്ങൾ ആരും അറിയുകയും വേണ്ട, ഇതിവരെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രഭാവതി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാ മോളെ, ഇത് ആരാ, ഇത് എങ്ങനെ ഇവിടെ വന്നേ, മോളുടെ റൂമിലെത്തി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അച്ഛാ, ഞാൻ റൂമിലേക്ക് വരുമ്പം ഇവിടെ കിടന്ന് മരണപ്രാളത്തിൽ പിടയ്ക്കുമായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോൾ അനക്കവും കാണുന്നില്ല, അച്ഛനൊന്ന് നോക്കി അച്ഛാന്ന് പറയണു. അങ്ങനെ വേഗം തന്നെ പോലീസുകാർ വന്നിട്ട് ഋഷിയെ പിടിച്ച് നോക്കുമ്പോൾ ഋഷി മരിച്ചിട്ടൊന്നുമില്ല. ആ സമയം ആ പോലീസുകാരൻ പറയുന്നുണ്ട് ആൾ മരിച്ചിട്ടൊന്നുമില്ല, ബോധം പോയി കിടക്കണേ, എന്താ ഇവിടെ സത്യത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അച്ഛാ, ഞാൻ വരുമ്പോൾ എൻ്റെ റൂമിൽ ഋഷി കിടക്കുമായിരുന്നു എന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് നീ അറിയാതെ എങ്ങനെയാണ് ഋഷി നിൻ്റെ റൂമിലെത്തിയത്,
അതൊന്നും എനിക്കറിയില്ല. രജനി ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലൊരാൾ കയറിയ കാര്യം തന്നെ അറിയണത്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ ഋഷിയെ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ റൂമിൽ വരുമ്പോഴാണ് ഋഷി ഇങ്ങനെ ബോധമില്ലാതെ ഇവിടെ കിടക്കുന്നുണ്ടത്. ഋഷിക്ക് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അസുഖം വന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഋഷിയെ ആസ്പത്രിയിൽ എത്തിക്കണം. ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട് അയാളെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ആസ്പത്രിയിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള പോലീസുകാർ വേഗം തന്നെ ആംബുലൻസിന് വിളിച്ചു പറഞ്ഞ് ആംബുലൻസൊക്കെ വരുന്നുണ്ട്. വേഗം തന്നെ എല്ലാവരും കൂടി ഋഷിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഈ ഋഷിയെ ആംബുലൻസിലേക്ക് കയറ്റാൻ പോകുന്നതും കയറ്റി കൊണ്ടുപോകുന്നതും അതുപോലെ പ്രഭാവതിയുടെ വീട്ടിൽ കയറിയ ആളെ പോലീസ് വന്ന് പിടികൂടി എന്നുള്ള ന്യൂസൊക്കെ കാണുന്നത്. അത് കണ്ടതും നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എപ്പോഴാണ് ഋഷി ഇവിടുന്ന് പോയത്, ഋഷി എന്തിനാണ് ഈ പണിക്ക് പോയതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.